തൊട്ടുമുന്നിലൂടെ കുഷ്ഠരോഗം പിടിച്ച ഒരു നായ നടന്നു പോകുന്നു. ആളുകൾ അതിനെ കല്ലെറിഞ്ഞ് അവരുടെ പരിസരത്തു നിന്ന് ഓടിച്ചു കളയുകയാണ്. അതിന്റെ ദുർഗന്ധം, അതുകൊണ്ടുള്ള പ്രയാസം, അത് സഹിക്കാൻ വയ്യാതെ ജനങ്ങൾ അതിനെ കല്ലെറിയുമ്പോ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ പർണശാലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അരുത്, അതിനെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, അതിനെ നിങ്ങൾ വിട്ടുകളയുക. എന്നിട്ട് ആ നായയെ എടുത്തുകൊണ്ട് നഗരത്തിന് പുറത്തുള്ള ഒരു ടെന്റിലേക്ക് താമസം മാറ്റി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അതാ പുറത്തുള്ള ഒരു ടെന്റിൽ ഒരു നായയ്ക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ സംവിധാനത്തിൽ ആ നായയെ കുളിപ്പിക്കാൻ തുടങ്ങി. ആ നായയുടെ മുറിവുകളിൽ, ആ നായയ്ക്കുണ്ടായ വ്രണങ്ങളിൽ മരുന്ന് വെച്ച് കെട്ടാൻ തുടങ്ങി. അള്ളാഹുവിന് വേണ്ടി സദാ ഇബാദത്ത് ചെയ്യുന്ന ഔലിയാക്കളുടെ രാജാവ് തന്റെ കൈ കൊണ്ടൊരു നായയെ കൊണ്ടുപോവുകയാണ്. വീടിന്റെ പുറത്തേക്ക്, നഗരത്തിന്റെ പുറത്തേക്ക് പ്രത്യേകം തയ്യാറാക്കിയ ടെന്റിൽ കൊണ്ടുപോയി അതിനു വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുത്തു. അതിന് മരുന്ന് വെച്ച് കെട്ടി, അതിനാവശ്യമായ ഭക്ഷണം കൊടുത്തു. 40 ദിവസം ആ നായയുടെ കൂടെ ചെലവഴിച്ചു. 40ാമത്തെ ദിവസം ആരോഗ്യ ദൃഢഗാത്രനായി ആ നായ പുറത്തേക്കിറങ്ങി സഞ്ചരിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് ആ ടെന്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഉടനെ ശിഷ്യന്മാരുടെ ചോദ്യം, അല്ല, എന്തിനാണ് ഈ നായയോടൊപ്പം ഇത്രയും ദിവസം ചെലവഴിച്ചത്? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളിൽപ്പെട്ട അങ്ങ് ഈ നായയ്ക്ക് വേണ്ടി സമയം കളഞ്ഞത്? വല്ലാത്തൊരു ഉത്തരമാണ് അതിന് മറുപടിയായി വന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ് ഞാനും ഈ നായയും. ജനങ്ങൾ ആട്ടിയോടിച്ച നേരം നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ എന്നോട് ചോദിച്ചാലോ, ഓ അഹ്മദുൽ കബീർ, നിങ്ങളുടെ മുന്നിലൂടെ എന്റെ ഒരു സൃഷ്ടിയെ ആട്ടിയോടിച്ച സമയത്ത് നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്നെങ്ങാനും എന്റെ റബ്ബനോട് ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും? അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ അതും ഞാനും. അതിന് വേണ്ട ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു എന്നെ പരിഗണിക്കുമെന്ന ചിന്തയാണ്. മാത്രമല്ല, ഇതുപോലെ ഒരു ബലാ എനിക്കും അള്ളാഹു നൽകിയാലോ, ഈ ചിന്തയാണ് എന്റെ ഹൃദയത്തിലുള്ളതെന്ന് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായി ചരിത്രങ്ങളിൽ കാണാം. പരിശുദ്ധ